തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മോദി കഷ്ടിച്ച് ND സഖ്യത്തിന്റെ പിൻബലത്തോടെ പ്രധാനമന്ത്രിയായി. ഇപ്പോൾ BJPക്കെതിരെ ആഞ്ഞടിച്ച് RSS ചീഫ് മോഹൻ ഭാഗവത്. മണിപ്പൂർ പ്രശ്നത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വൃത്തികെട്ട പ്രചാരണങ്ങൾക്കെതിരെയും വലിയ വിമർശനമാണ് നാഗ്പൂരിലെ RSS സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം നടത്തിയത്. മണിപ്പൂരിലെ പ്രശ്നങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. अब 1 साल से मणिपुर शांति की राह देख रहा है। उसके पहले 10 साल शांत रहा, पुराना गन कल्चर समाप्त हो गया ऐसा लगा, और अचानक जो कलह वहां पर उपज गया या उपजाया गया, उसकी आग में अभी तक जल रहा है, त्राही त्राही कर रहा है। कौन उस पर ध्यान देगा? प्राथमिकता देके उसका विचार करना ये कर्तव्य है, काम करे। കഴിഞ്ഞ 10 വർഷങ്ങളായി മണിപ്പൂർ ശാന്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി മണിപ്പൂർ കത്തുകയാണ്. ഇതിൽ ആരാണ് പ്രശ്നപരിഹാരം നടത്തേണ്ടത്? മണിപ്പൂർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടത് രാജ്യത്തിന്റെ കർത്തവ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളെയും കുപ്രചരണങ്ങളെയും അദ്ദേഹം പേരെടുത്ത് പറയാതെ വലിയ തോതിൽ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. जिस प्रकार ये बातें हुई, जिस प्रकार एक दूसरे को लताड़ना हुआ, जिस प्रकार प्रचार के दौरान हमारे करने से समाज में मनमुटाव बढ़ेगा, 2 गट बटेंगे, आपस में शंका संशय उत्पन्न होगा, इसका भी ख्याल नहीं रखा गया। परंतु उसमें भी एक मर्यादा है, असत्य का उपयोग नहीं करना, सहमति बनाकर चलाएं। हमारे यहाँ तो परंपरा सहमति बनाकर चलने की है, और विना कारण संघ जैसे संगठनों को भी उसमें खींचा गया। ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ടു. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ പ്രചാരണമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് സത്യം പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ അസത്യ പ്രചാരണങ്ങൾ കൊണ്ട് ആവരുത്. പരസ്പരം സഹിഷ്ണുതയോടെയാണ് മുന്നേറേണ്ടത്. നമ്മുടെ പാരമ്പര്യവും സഹിഷ്ണുതയുടേതാണ്. തെരഞ്ഞെടുപ്പിൽ RSSനെ അനാവശ്യ ചർച്ചകളിലേക്ക് വലിച്ചഴിച്ചു. टेक्नोलॉजी का सहारा करके असत्य बातें परोसी गई, नितांत असत्य। क्या शास्त्र का, विज्ञान का, विद्या का ये उपयोग है? सज्जन विद्या का ये उपयोग नहीं करते। विद्या का उपयोग प्रबोधन करने के होता है, करने के लिए होता है। लेकिन आधुनिक विद्या टेक्नोलॉजी का उपयोग असत्य परोसने के लिए किया गया। ऐसे से देश कैसे चलेगा भाई? आखिर सबको देश ही चलाना। ടെക്നോളജി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അസത്യ പ്രചാരണങ്ങൾക്കാണ് ഉപയോഗിച്ചത്. വിദ്യാഭ്യാസം, ശാസ്ത്രം, അറിവ് എന്നിവ ഉപയോഗിക്കേണ്ടത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. വിദ്യയുടെ ഉപയോഗം മനുഷ്യനെ ഭൗതികമായി ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാവണം, അല്ലാതെ ദുഷ്പ്രചാരണങ്ങൾക്കല്ല. എന്നാൽ ഇക്കാലത്ത് മനുഷ്യനിൽ വിഷം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ऐसा जब चलना है तो चुनाव लड़ने में भी एक मर्यादा हो, उस मर्यादा का पालन नहीं हुआ। തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് ഒരു മര്യാദയുണ്ട്, എന്നാൽ ആ മര്യാദ പാലിക്കപ്പെട്ടില്ല. 2 पक्ष है, विरोधी पक्ष कहते हैं, मैं प्रतिपक्ष कहते, वो विरोधी नहीं है, उसको विरोधी मानना भी नहीं चाहिए। वो प्रतिपक्ष है, वो एक पहलू उजागर कर रहा है, उसका भी विचार होना चाहिए। ഇവിടെ വിരോധിപക്ഷമില്ല, മറിച്ച് പ്രതിപക്ഷമാണ് ഉള്ളത്. രണ്ട് പക്ഷവും ശക്തമായിരുന്നെങ്കിലേ ജനാധിപത്യം നിലനിൽക്കൂ. പ്രതിപക്ഷത്തെ ശത്രുപക്ഷമായല്ല കാണേണ്ടത്. अभी उन बातों से मुक्त होकर, जो चुनाव के आवेश में अतिरेक हो गया, उससे मुक्त होकर हमको आने वाली बातों का विचार करना है, समस्याओं से राहत लेनी है। നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് നടത്തേണ്ടത്, അല്ലാതെ വിദ്വേഷ പ്രചാരണമല്ല. और इसलिए 100% मतों का मिलान होना संभव नहीं है। लेकिन जब समाज में लोग अपना चित्त अलग अलग होने के बाद भी हमको साथ ही चलना है ऐसा निश्चय करते हैं, तो सहचित्त बन जाते हैं। എല്ലാ മതങ്ങളും ഒന്നാകാൻ സാധിക്കില്ല. എല്ലാ മതങ്ങളെയും സഹിഷ്ണുതയോടെ കണ്ട് പരസ്പര സഹവർത്തിത്വത്തോടെ എല്ലാവരുടെയും നന്മയ്ക്കായാണ് പ്രവർത്തിക്കേണ്ടത്. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി RSS വളരെ വിവേകപൂർവമായി വിവേകശാലികളെ പോലെ പ്രതിപക്ഷത്തെ നേതാക്കൾ നടത്തുന്ന പോലെയുള്ള സത്യപ്രചരണത്തിന് മുതിർന്നിരിക്കുന്നു. ഇത് ഒരു വലിയ മാറ്റമാണ്. തുടർന്നും RSS ഇതുപോലെ വിവേകപൂർവകമായി രാജ്യനന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ, ഭിന്നിപ്പുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട മോദി കുഞ്ഞുങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നത് കൂടിയാകട്ടെ ഇത്. വളരെ താമസിച്ചു പോയി എങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ.